ഹലോ ഗൈസ്, ആദ്യ സോജ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈറമ്പനയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പാലക്കാട് സൈഡൊക്കെ ഇതിന് ഈറമ്പന എന്നാണ് പറയുക. അപ്പോൾ ഇതിന് കുറേ പേരുകൾ വേറെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് ചൂണ്ടപ്പന. ഇതിന് ചൂണ്ടപ്പന എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ സാധാരണയായിട്ട് ഈറമ്പന എന്നാണ് പറയാറ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാരിയോട്ട യുറൻസ് എന്നാണ്. കാളിപ്പന എന്നും ഈ വൃക്ഷം അറിയപ്പെടുന്നുണ്ട്. ഒറ്റ തടിയായിട്ട് വളരെ ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഇലകളും ഇലത്തണ്ടുകളും ഒക്കെ നാട്ടാനുകളുടെ ഇഷ്ടഭോജ്യമാണ്. അപ്പോൾ ഇവിടെ വേലയൊക്കെ നടക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു പനൻ്റെ ഈ തണ്ടൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെട്ടിയിട്ട് ആനയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആനൻ്റെ ഭോജനമാണ് ഇത്. വടക്കൻ കേരളത്തിൽ ഈ പനയ്ക്ക് ആനപ്പന എന്നും അതുപോലെ തന്നെ ഈറമ്പന എന്നിങ്ങനെ വിളിപ്പേരൊക്കെ ഉണ്ട്. ഇന്ത്യയിലാണ് കേട്ടോ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ ഇതിനെ കൂന്തൽ പനൈ മരം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂന്തൽ പനൈ മരം എന്ന് അറിയപ്പെടാനുള്ള കാരണം വേറൊന്നുമല്ല, കൂന്തൽ എന്ന് പറഞ്ഞാൽ മുടിയാണെന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പോൾ ഈ പനൻ്റെ കൊലയുണ്ടല്ലോ, ഈ പനങ്കൊലി ഇങ്ങനെ ആ തൂങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത് ശരിക്കും നല്ല മുടിയൊക്കെ നല്ല തിക്കായിട്ടുള്ള ഹെയർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെയാണ്. പിന്നെ ഒരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ എവിടെയൊക്കെ. നമുക്ക് ഈ ഒരു പനൻ്റെ തടി ഉണ്ടല്ലോ, ഈ തടിയിൽ ഒറ്റ തടിയായിട്ട് പോകുന്നതാണ്. ഈ ഒരു തടിയിൽ വെച്ചിട്ട് നമ്മൾ മുടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈറമ്പനൻ്റെ ആ ഒരു കൊല പോലെ തന്നെ മുടി അത്രയും തഴച്ച് വളരും എന്നൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ ഇതിന് പിന്നിൽ. അപ്പോൾ ഈ ഒരു മരം, 2 മരം ഉണ്ടായിരുന്നു. അതിലൊരു മരം താനെ കട്ടായി പോവുമായിരുന്നു. നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ള സമയത്ത് അത് ഉണങ്ങി കട്ടായി പോയി. ഇപ്പോൾ ഇതാ ഈ ഒരു മരമുണ്ട്. നല്ല രസമാട്ടോ ഇതിൻ്റെ കായും ഒക്കെ കാണാനായിട്ട്. ആ ഒരു പനങ്കൊലി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈറമ്പന കാണാത്തവരുണ്ടെങ്കിൽ ഇതാ ഒന്ന് കണ്ടോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.